ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ വാർത്തയിലേക്കാണ് പോകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഇന്ത്യ സഖ്യം. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധം ഭരണപക്ഷ എംപിമാർ തടഞ്ഞതോടെ പാർലമെന്റ് വളപ്പ് സംഘർഷഭരിതമായി. ദളിത് സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നീലവസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു ഇന്ത്യൻ സഖ്യത്തിന്റെ എംപിമാർ പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാരംഭിച്ച മാർച്ച് BJP എംപിമാർ തടഞ്ഞതോടെ പാർലമെന്റ് വളപ്പ് സംഘർഷഭരിതമായി. രാഹുൽ ഗാന്ധി പിടിച്ചുതള്ളിയതിനെ തുടർന്ന് എംപിമാരിൽ ആരോ ദേഹത്ത് വീണെന്നാരോപിച്ച് BJP MP പ്രതാപ് ചന്ദ്ര സാരംഗി രംഗത്തെത്തി. 2 എംപിമാർക്ക് പരിക്കുണ്ടെന്നും ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും BJP വൃത്തങ്ങൾ അറിയിച്ചു. തന്റെ മുട്ടിന് പരിക്കേറ്റെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് മല്ലികാർജുൻ ഖാർഗെ സ്പീക്കർക്ക് കത്ത് നൽകി. BJP എംപിമാർ പാർലമെന്റിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ തങ്ങളെ തടഞ്ഞെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെയും പ്രിയങ്ക ഗാന്ധിയെയും BJP എംപിമാർ തള്ളിയിട്ടെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. नहीं देखिए, मैं पता नहीं आपके शांत हो जाए, आपके कैमरा में होगा। ये पार्लियामेंट की एंट्रेंस है, इसमें मैं अंदर जाने की कोशिश कर रहा था तो BJP के MP जो थे वो मुझे ऐसे रोकने की कोशिश कर रहे थे, धकेल रहे थे और मुझे धमका रहे थे, तो वो हुआ है। मगर ये एंट्रेंस है पार्लियामेंट हाउस की और हमारा अधिकार है अंदर जाने का, और BJP के जो मेंबर्स हैं वो हमें अंदर जाने से रोक रहे थे। सेंट्रल इशू है जो आप लोग मांग कर रहे हैं, अमित शाह के रेजिग्नेशन नहीं, सेंट्रल इशू है कि ये कॉन्स्टिट्यूशन पर आक्रमण कर रहे हैं और जो अंबेडकर जी की मेमोरी है उसका अपमान कर रहे हैं। ഇതിനിടെ കോൺഗ്രസ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് BJP എംപിമാർ പ്രതിഷേധ പ്രകടനം നടത്തി. അംബേദ്കറെ അപമാനിക്കുന്നത് വെച്ചുപൊറുപ്പിക്കില്ല, അംബേദ്കർ ഞങ്ങൾക്ക് വഴികാട്ടിയാണെന്നും കോൺഗ്രസ് തെറ്റിദ്ധരിപ്പിച്ചു എന്നെഴുതിയ ബാനർ ഉയർത്തിയായിരുന്നു പ്രകടനം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.